ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതില്ലേ ബേക്കൽ ബീച്ച് പാർക്കിലേക്ക് നമ്മളെ പള്ളിക്കരയിലുള്ള ബീച്ചിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ മാടെത്തും മുന്നേ 7 മണിയെല്ലാം കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ മാരിബെല്ലാം കഴിഞ്ഞിട്ടാണ് പോയത് തന്നെ. മാരിബിൻ്റെ ടൈമെല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. നീലാവനേജ് കുറേ ടൈം പറയുന്നത് പോവാന്ന്. അങ്ങനെ ഞങ്ങൾ അടുത്തിട്ടാകുമ്പം പള്ളിക്കര ബീച്ചിൽ എന്തെല്ലോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓണത്തിൻ്റെ വടംവലി, ചട്ടിപൊട്ടിക്കൽ മത്സരം, പിന്നെ ലെമൺ ആൻഡ് സ്പൂൺ, അങ്ങനെ എന്തെല്ലാം പ്രോഗ്രാംസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്നിട്ടേറ്റ് നയാസിന് പിന്നെ എന്തിലെല്ലാം കളിക്കാൻ പോകണമല്ലോ. എല്ലാത്തിലും എനിക്ക് അടുത്തിട്ടാകുമ്പോൾ കയറണം. അങ്ങനെ അവിടെ തുള്ളുന്നേ കളിക്കുന്നേ വെള്ളത്തിൻ്റെ അടുത്തേക്കെല്ലാം നോക്കിയിട്ട് ഒരു തുള്ളുന്നതിലേക്ക് ഒരു കയറിനവേ തുള്ളി കളിക്കുന്നതിലേക്ക്. അതിൻ്റെ ഉള്ളിൽ പിന്നെ ഓരോന്നിനോടൊന്ന് കയറുമ്പോൾ സെപ്പറേറ്റ് പൈസയാണ്. അങ്ങനെ അവിടെ പോയിട്ട് ഓരോരുത്തർന്ന് എത്ര പൈസയും ചോദിച്ചിട്ട് അതിൻ്റെ മുകളിൽ തുള്ളി കളിക്കട്ടോ. എനിക്ക് തുള്ളി കളിക്കാനല്ലേ ഭ്രാന്ത്. അങ്ങനെ അതിൻ്റെ മുകളിൽ കയറി തുള്ളി കളിക്കട്ടിട്ട് ഒന്നിലേക്ക് തുള്ളി കളിക്കാൻ വേണ്ടി വിട്ട്. അങ്ങനെ നെയിലാടും പറഞ്ഞു നീ പോകും, എനിക്ക് ഒറ്റയ്ക്ക് തന്നെ പാങ്ങുണ്ടായില്ലാന്ന് വെച്ചിട്ട്. കുറച്ച് പിള്ളേരേ ഉണ്ടായിട്ട് കുറേ ലേറ്റ് ആയതുകൊണ്ട് ആരും അങ്ങനെ ആളൊന്നുണ്ടായിട്ടാ. പിന്നെ രാത്രി അവിടെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളായിട്ട് നല്ല പാങ്ങുണ്ടായിനവേ. അങ്ങനെ ഒരു 2 ആളും അതിൻ്റെ ഉള്ളിലേക്ക് കയറി. 2 ആൾ ഉള്ളിൽ കയറിയിരുന്നെങ്കിൽ ഒരു അരമണിക്കൂർ ടൈമെന്ന് തോന്നുന്നു അതിനുള്ളത്. പക്ഷേ ഒരു 10 മിനിറ്റേ കളിച്ചിട്ട് 10 മിനിറ്റ് കളിച്ചിട്ടാണ് പിന്നെ അവർക്ക് ബെനത്തിന് തുള്ളി കളിച്ച് എന്ന് പറഞ്ഞെങ്കിൽ കുറേ കളിച്ച്. പിന്നെ കുറേ പിള്ളമാരുണ്ടായിരുന്നു ഇവർക്ക് പാങ്ങണ്ടാട്ടിനാണ്. അതായത് കുറച്ച് പിള്ളേരായതുകൊണ്ട് ഇവർക്ക് 2 ആൾക്ക് വലിയ പാങ്ങൊന്നും ഉണ്ടായിട്ടാന്ന് തോന്നുന്നു. ആകെ 4-5 പിള്ളേരെ അങ്ങനെ ഉണ്ടായിട്ടും അവിടെ. എന്തും അതിൻ്റെ മുകളിൽ കയറിയിട്ട് മുളന്ന് ചാറുന്നത് തുള്ളുന്നത് ഇത്ര തന്നെ. ഇവർക്ക് എത്ര തന്നെയല്ലോ വേണ്ടത് തുള്ളി കളിക്കാനല്ലോ. ഇങ്ങനത്തെ ജാറ് നല്ല വലിയ ഭ്രാന്തി എനിക്ക്. അങ്ങനെ എത്ര ജാറിങ് കളിച്ചെങ്കിൽ എനിക്ക് തേലില്ല. അങ്ങനെ യോറയുടെ കളിക്കാൻ വേണ്ടി വിട്ടിട്ട് നമുക്ക് കുറച്ചെങ്കിലും എല്ലാം നടന്നിട്ട് വന്നു. ഞാൻ ചുമ്മാല്ലേ നമുക്ക് നടന്നിട്ട് വരാട്ടടി നടന്നിട്ട് വന്ന്. എന്തുമില്ല കുറച്ച് എക്സ്പോൻ്റെ അടുത്തെല്ലാം ഉണ്ടാകില്ലേ അങ്ങനത്തത് മാത്രം. പണ്ടത്തെ പോലെ ഒന്നും പള്ളിക്കര ബീച്ചിലൊന്നും എന്തുമില്ലാവേ. എനിക്ക് വലിയ പാങ്ങൊന്നും ഉണ്ടായിട്ടാ. ഞാൻ രാത്രിയെല്ലാം നല്ല പാങ്ങുണ്ടാവുമെന്ന് വെച്ചു. പക്ഷെ അങ്ങനെ ആളും കുറവുണ്ടായിന് പാങ്ങും ഉണ്ടായിട്ടാ. യോറങ്ങനെ നടന്നിട്ടായിട്ട് ഇവർക്ക് കളിച്ചിട്ട് മതിയായിട്ട് വരുന്ന നിന്നിട്ട് ഓറ് പുറത്തിറങ്ങി. ഞങ്ങൾ അവിടെ പിന്നെ എന്തെല്ലോ ഉണ്ടായിന്. അങ്ങനെ നമ്മൾ എല്ലാവരും നോക്കുന്നുണ്ട്. ഞങ്ങൾ നോക്കിയത് ടേസ്റ്റ് ആക്കാറ് പാങ്ങുണ്ടായിനവേ. ഫ്രഞ്ച് ഫ്രൈസിലേക്ക് മൈനസ് സോസ് പിന്നെ ഓറെന്തെല്ലാം 2-3 തരം ഇതെല്ലാം ഇട്ടിട്ട് തരുന്ന നല്ല ടേസ്റ്റും ഉണ്ടായിന്. അങ്ങനെ അതും ഞമ്മ കഴിച്ച്. അതും കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് വന്നു. അപ്പോൾ ഇപ്പുറം പാർക്കിൽ കളിക്കുന്നിടത്ത് ഒരു ജാറാൻ കഴിഞ്ഞ്. അവിടെ ജാറുന്നിടത്ത് അവിടെ കുറച്ച് പിള്ളേരുണ്ടായിനവ. അങ്ങനെ ആടെ കുറേ ജാറി കളിച്ച്. ആടെ ജാറി കളിക്കുന്നിടത്ത് ഊഞ്ഞാലി അങ്ങനത്തെ എന്തെല്ലോ ഉണ്ടായി. ആടൊന്നും ജാറി കളിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞു നമുക്കിനി പോകാം. കുറേ ലേറ്റായി. 7-8 മണിയെല്ലാം കഴിഞ്ഞ സമയം നമുക്ക് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയവേ. ഞാൻ എന്തെല്ലോ വോയിസ്ക്കിനകത്താന്നുണ്ട് എന്ത് പറയുന്നത് അഡ്വഞ്ചർ അങ്ങനത്തെ എന്തിലെല്ലാമാണ് ഓന് കയറുന്നത്. ഒരു നേരണ്ടയിലേക്ക് കയറലാണ്. എന്തിലേക്കല്ലോ കയറിക്കോണുണ്ടായിരുന്നു. ഓനെ കൊണ്ട് കഴിയാൻ പറ്റാത്തത് ചെയ്യാനാണ് നോക്കുന്നത്. ചെയ്യാൻ കഴിയുന്നതല്ല അവൻ ചെയ്യുന്നത്. അങ്ങനെ മതിയായവേ. അങ്ങനെ ഇവരോട് ഒരിക്കൽ പാങ്ങുന്നു. ഒരു 2 ആൾ വരുന്നുണ്ടായിട്ട്. അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ അവിടുന്ന് എളീറ്റ് വന്നിട്ട് ഓർക്കാടുന്ന് എനിക്കെന്ത് പാങ്ങുന്നുണ്ടായിട്ട് ഓരടന്ന് വരുന്നേരം അവരൊന്നിലൊന്നിനെ കളിച്ചിട്ട്